എടതിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനക്കളരി ബാലവേദി ക്യാമ്പ് സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർപേഴ്സൺ നീതു സുജേഷ് അധ്യക്ഷത വഹിച്ചു. നാടകപ്രവർത്തകൻ സുധീഷ് അമ്മവീട് ക്ലാസ് നയിച്ചു. വായനശാല സെക്രട്ടറി ജോഷി, PA ഷമീർ, വായനശാല പ്രസിഡന്റ് PC ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ കൂട്ടാൻ കാത്തിരിക്കും. എന്തിനാണ്? നമ്മുടെ അമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അല്ലേ? മാമൻ്റെ വീട്, അപ്പൂപ്പൻ്റെ വീട്, വെല്ലിച്ചൻ്റെ വീട്, അങ്ങനെ പല ബന്ധുക്കളുടെയൊക്കെ വീടുണ്ടാവും നമുക്ക്. ആ വീട്ടിൽ നമ്മളിങ്ങനെ പോകും. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച അവിടെ താമസിക്കും. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ എന്താണ്? അവിടെ നമുക്ക് വലിയൊരു സൗഹൃദം പറയുന്നുണ്ടാവും. അവിടെ കുറേ കൂട്ടുകാർ അന്ന് കിട്ടും. ആ കൂട്ടുകാർ അവിടെ വളരും, പിന്നീട് നമ്മൾ ഇവിടെയും വളരും. അങ്ങനെ വളരുമ്പോഴും ആ ബന്ധം അങ്ങനെ ഘട്ടപ്പെട്ടു പോകും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അക്കാലത്ത് സ്കൂൾ പഠനം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളും ഒക്കെ തന്നെ പഠിക്കുന്നത് എവിടെയായിരിക്കും? സ്കൂളിലായിരിക്കും. ഒരു ഉദാഹരണം പറയാം. എടത്തിരുത്തിയുള്ള സ്കൂളിൽ, സർക്കാർ സ്കൂളിൽ ഒരു 10-30 വർഷങ്ങൾക്കൊക്കെ മുമ്പ് എടത്തിരുത്തി സ്കൂളിലായിരിക്കും അവിടെ വരുന്ന ബഹുഭൂരിപക്ഷം പിള്ളേർ കുട്ടികൾ ഒരേ സ്കൂളിലായിരിക്കും പഠിക്കാം. വളരെ അപൂർവം പേര് വേറെ എവിടെയെങ്കിലും പോകും. ഇന്ന് സ്ഥിതി അതല്ല. ഈ ഇരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ തന്നെ എത്ര സ്കൂളിൽ പഠിക്കുന്നവരായിരിക്കും? എല്ലാവരും ഒരു സ്കൂളിൽ പഠിക്കുന്നവരാണോ? അല്ല, അല്ലേ?